യേശുവിന്റെ നാമത്തിൽ ഈ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. കർത്താവിന്റെ ആത്മാവിൽ നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം ഇതേയുണ്ട്: ദൈവം തന്ന ആത്മാവ് എൻ്റെ മേലുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എന്നെ നടത്തുന്നു. ഒരു കാലങ്ങളിൽ നമ്മളൊക്കെ ദൈവസഭയിൽ പറഞ്ഞ് എന്നെ നടത്താൻ ആരുമില്ല, എന്നെ അറിയാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. എന്നിട്ട് നമ്മൾ ഒരാളെ വിട്ട് അടുത്ത ആളുടെ അടുക്കിലേക്ക്, ഒരാളെ വിട്ട് മറ്റൊരാളുടെ അടുക്കിലേക്ക് നമ്മളിങ്ങനെ ജീവിതം തള്ളി തള്ളി നീക്കിയപ്പോൾ കർത്താവിന്റെ മഹാകരുണയാൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. സ്തോത്രം. തിരഞ്ഞെടുത്ത അന്ന് മുതൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്: എന്നെ നന്നായി അറിയുന്നവർ ദൈവത്തിന്റെ ആത്മാവിന്റെ കൂടെ ഉണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവ് എന്താ ചെയ്യുന്നത്? സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് എന്നെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് തിരുവനം പറയുന്ന മനുഷ്യനുള്ളത് മനുഷ്യന്റെ ആത്മാവല്ലാതെ വേറെ ആരും അറിയാത്തതുപോലെ ദൈവത്തിന്റെ ആത്മാവില്ലാതെ വേറെ ആരും അറിയുന്നില്ല. നമ്മൾ ഈ ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, നാം ഒരു സ്റ്റെപ്പ് കൂടെ കർത്താവിലേക്ക് നമ്മളെ ദൈവാത്മാവ് അടുപ്പിക്കുകയാണ്. നമ്മൾ കർത്താവിനെ ഈ പുറം കണ്ടുകൊണ്ട് വിശ്വാസം കണ്ടുകൊണ്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ ആത്മാവ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ആത്മാവിനെ ദൈവത്തിന്റെ ആഴക്കര അനുഭവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. ഇതുപോലെ ആത്മസാന്നിധ്യം തിരിച്ചറിയുന്നു. ഇവിടെയാണ് നമുക്ക് സന്തോഷിക്കാൻ ഏറ്റവും വലിയൊരു കാര്യം: കർത്താവെ എന്നെ നന്നായി അറിയുന്നൊരു ദൈവമാണ്. ആ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ അടുത്തുണ്ട്. നമ്മളെല്ലാം പറയും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, അവരെന്നെ ആരും കരുതുന്നില്ല എന്നൊക്കെ എല്ലാം പറയുമ്പോൾ ഇന്ന് പകൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താ? എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. എന്റെ ഉള്ളം വ്യക്തമായി അറിയുന്നൊരു ദൈവമുണ്ട്. ഇത് രണ്ട് രീതിയിൽ നമ്മളെ സ്വാധീനിക്കുമെന്ന് നാം കർത്താവിന്റെ പദ്ധതിയെ നിൽക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. എന്നാൽ നാം ദൈവത്തിന്റെ ഗിരത്തിന് വെളിയിലാണെങ്കിൽ നമുക്ക് ദുഃഖിക്കാൻ വഴിയുണ്ട്. കാരണം എന്താ? നമ്മളെ നന്നായി അറിയുന്ന കർത്താവ്. നമ്മൾ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നമ്മുടെ ബന്ധങ്ങൾക്കെല്ലാം സ്തോത്രം ചെയ്യുന്നു. നമ്മളെല്ലാ ബന്ധങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറി മാറി പോകുന്നവരാണ്. സ്തോത്രം ചെയ്യുന്നു. ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക: നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളെ അറിയുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ ദൈവസന്നിധി നമുക്ക് പറയാനുള്ള ഒരു കാരണമല്ല. ഈ ദൈവത്തെ അല്ലാതെ നമ്മുടെ ഭാരം മാറ്റുവാൻ, നമ്മുടെ വേദന മാറ്റുവാൻ, നമ്മുടെ പ്രതിസന്ധിയിൽ ഇടപെടുവാൻ എനിക്കൊരു ദൈവം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം വർദ്ധിക്കുവാനിടയായി. നമ്മളെ അറിയുന്ന കർത്താവിനെ ഇന്ന് പകലിൽ ആ ദൈവസന്നിധിയിലേക്ക് നമ്മളതിനെ സമർപ്പിച്ചു കൊണ്ട് തിരിച്ചറിവുള്ള ദൈവത്തോട് പറയാം: കർത്താവ് സ്തോത്രം, അടുത്തെന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അടുത്തെന്നെ അറിയുവാൻ അങ്ങല്ലാതെ വേറെ ആരുമില്ല. ഈ പ്രതിസന്ധിയൊക്കെ നമുക്ക് തിരിച്ചറിയുന്നുണ്ടോ? നമുക്ക് ഭാര്യയുണ്ടെങ്കിലും ഭർത്താവുണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും അപ്പനുണ്ടെങ്കിലും അമ്മയുണ്ടെങ്കിലും ഒരു യാഥാർത്ഥ്യം ഉറപ്പാണ്: ഇവരാരും നമ്മളെ അടുത്തറിയാൻ കഴിയത്തില്ല. അപ്പൊ നമ്മളെല്ലാം ചിന്തിക്കുന്നത് എന്നെ അടുത്തറിയുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ചില സിറ്റുവേഷനിലേക്ക് ദൈവം നമുക്ക് തിരിച്ചറിവ് തരിക: സ്തോത്രം, നിന്റെ ഭാര്യയ്ക്ക് നിന്നെ അടുത്തറിയാൻ പരിമിതിയുണ്ട്, നിന്റെ ഭർത്താവിന് നിന്നെ അടുത്തറിയാൻ പരിമിതിയുണ്ട്, നിന്റെ മക്കൾക്ക് നിന്നെ അടുത്തറിയാൻ പരിമിതിയുണ്ട്. എന്നാൽ ഈ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് മനുഷ്യൻ നിരാശയിലേക്ക് പോകുമ്പോൾ ദൈവം തന്റെ കൃപയാൽ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ച് തന്റെ ആത്മാവിനെ തന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ: കർത്താവ്, എന്നേക്കാൾ എന്നെ അറിയുന്ന ഒരു ആത്മാവ്, ദൈവം തന്ന ആത്മാവ്. ആത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമാണ്. നമ്മൾ ഈ പാടുന്ന പാട്ട് നമുക്ക് ധ്യാനിച്ചു പാടി തിരിച്ചറിയുമോടെ ശാന്തമായ ആ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മുടെ കർത്താവ് നമുക്ക് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം.